അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ഫേസ്ലെസ് ആണ്. ഞാനിപ്പോൾ സംസാരിക്കാൻ വരുന്നത് ബോച്ചയെക്കുറിച്ചാണ്. ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റിന് പൈസ കൊടുക്കുന്ന ആൾ അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നതും അദ്ദേഹമാണ്. കാരണം ഏത് ദുരന്തമുഖത്താണെങ്കിലും ഏത് അവസരങ്ങളിലാണെങ്കിലും വാർത്താ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം എത്തുകയും അദ്ദേഹത്തിന്റെ ചാരിറ്റി വഴിയായി സംഭാവനകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഈ വാഗ്ദാനം ചെയ്യുന്ന കാര്യം പറയുമ്പോൾ കുറേ ഫാൻ ബേസ് ഉണ്ട് അദ്ദേഹത്തിന്, വലിയൊരു ഫാൻ ബേസ്. പണ്ടൊക്കെ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്തിരുന്ന രീതി ഭയങ്കര അദ്ദേഹത്തെ ഒരു കോമാളിയാക്കിയിരുന്നു. കാരണം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും സ്റ്റേജിൽ കയറി നിന്ന് എന്തൊക്കെയോ കാണിക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം അദ്ദേഹത്തിന് അറിയാം എവിടെ എങ്ങനെ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്യണമെന്ന്. അപ്പം അതിൻ്റെ ബേസിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. ഈ ഫാൻ ബേസ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി മാത്രം കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളൊക്കെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫാനായിട്ടുള്ളത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ദാനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ്സ് കിട്ടും നമുക്ക്. കാരണം മാധ്യമങ്ങൾ അത്രയും അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വാഗ്ദാനങ്ങൾ അപ്പം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങൾ എത്രത്തോളം ചെയ്തു എന്നുള്ളത് നമുക്ക് ആർക്കും അറിവില്ലാത്തൊരു കാര്യമാണ്. അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇനി അഥവാ അത് എല്ലാം അദ്ദേഹം പൂർത്തീകരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഈ സ്ത്രീകളെ സ്ലട്ട് ഷേമിങ്ങും ബോഡി ഷേമിങ്ങും ചെയ്യാൻ ആരനുവാദം കൊടുത്തതെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഏത് സ്ഥലത്ത് ചെന്നാലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ സ്ലട്ട് ഷേമിങ്ങും അല്ലെങ്കിൽ ബോഡി ഷേമിങ്ങും സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സെക്സ് ജോക്ക്, റേപ്പ് ജോക്ക്, ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ സില്ലി ആയിട്ടുള്ള ഡെയിലി ബേസിസിലുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അത് ഫീമെയിൽ ആണെങ്കിൽ അദ്ദേഹം അവരോട് സെക്സ് ജോക്ക് പറയും. പിന്നെ അതൊരു മെയിലാണെങ്കിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ സെക്സിന്റെ വീരഗാഥകൾ അദ്ദേഹം പറയും. അങ്ങനെയൊക്കെയുള്ള വെറും അద్దം പതിച്ച രീതിയിലുള്ള തമാശകൾ പറഞ്ഞ് അദ്ദേഹം വലിയ ആളാവാറുണ്ട്. അവർക്ക് തോന്നണം വാവ് എന്ന് തോന്നുന്ന രീതിയിൽ. ഇനിയും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് ഉദ്ഘാടനത്തിന് വന്ന ആളാണെങ്കിൽ അദ്ദേഹം അവരെ ബോഡി ഷേമിങ് ചെയ്തു വിടും. അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂവിൽ പോലും അദ്ദേഹം ഇതൊന്നും ചെയ്യാതിരുന്നതായിട്ട് നമുക്കറിവില്ല. ഇതിന് മലയാളി അദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൈസൻസ് കട്ടാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? കാരണം ഈയിടെ ഞാൻ ഒരു ഇനാഗ്രേഷൻ അദ്ദേഹം ഹണി റോസിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഷോപ്പ് ഇനാഗ്രേറ്റ് ചെയ്തു. ആ സമയത്ത് അദ്ദേഹം ഹണി റോസിനെ പബ്ലിക്കായിട്ട് നിർത്തിയിട്ട്, അതായത് എല്ലാവരുടെയും കേക്ക്, അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും എല്ലാം കേക്ക്, അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഹണി റോസിനെ കണ്ട കുന്തി ദേവിനെയാണോ ഓർമ്മ വരുന്നത്. അതിനെന്താ അങ്ങനെ ചോദിച്ചതിന്? അതൊരു നല്ല കാര്യമല്ലേ പറഞ്ഞതെന്ന് അങ്ങനെ ആരെങ്കിലും ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ ദയവേത് വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ. അത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. ഞാൻ പറയാൻ വന്നത്, അതിനുശേഷം അദ്ദേഹം മാല ഹണി റോസ് കഴുത്തിലിട്ടപ്പോൾ അവരെ പിടിച്ച് കറക്കിയിട്ട് മാല ഇങ്ങനെ നിന്നാൽ മാലയുടെ മുൻവശം മാത്രമേ കാണുള്ളൂ, മാലയുടെ മുൻവശം കാണണമെങ്കിൽ ഹണി റോസിനെ പിടിച്ച് കറക്കി. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഹണി റോസ് ഒരു ചിരിയോടുകൂടി നിൽക്കുകയല്ലാതെ അവർക്ക് വരുന്നു. കാരണം ഇതൊരു തമാശ രീതിയിലാണ് ഈ ജോക്കുകൾ, സെക്സ് ജോക്കുകൾ അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് ഒക്കെ ഒരു തമാശ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് കേൾക്കുന്നവൻ മാനിപ്പുലേറ്റഡ് ആവും. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് പ്രതികരിച്ച എന്തായിരിക്കും നടക്കുക? ഇനി അഥവാ ഹണി റോസ് ഈ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവിടെ വെച്ച് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫാൻ ബേസ് അവരെ എടുത്ത് പൊത്തും. കാരണം പൈസ മേടിച്ച് വന്നിട്ട് നീ എന്താടി നിനക്കെന്താ അയാൾ പറഞ്ഞ കേട്ടാൽ. ഒരിടത്ത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവരെ ഒരു ഇനാഗ്രേഷന് വിളിച്ചിട്ട് അവരവിടെ വന്ന് ഇനാഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പൈസ മേടിച്ചെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ അവരെ ബോഡി ഷേമിംഗ് നടത്താനോ അല്ലെങ്കിൽ സ്ലട്ട് ഷേമിംഗ് നടത്താനോ ഉള്ള അവകാശം ഒരാൾക്കും ഇല്ല. അത് തോന്നിയ മാസ്തരമാണ്. അതങ്ങനെ കാണിക്കാൻ പാടില്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ആ സാമാന്യ ബോധം ഉണ്ടെങ്കിലും എന്നെ ഇവന്മാരൊന്നും ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഭാവത്തോടു കൂടി ജീവിക്കുന്ന ബോച്ചയ്ക്കെതിരെ എന്താണ് ആരും ഇറങ്ങാത്തത്? ഇപ്പം ചെകുത്താൻ മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ലാലേട്ടനെതിരെ സംസാരിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമവും വന്ന കാര്യമാണ്. എന്തുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ഇയാൾ ഇങ്ങനെ സ്ലട്ട് ഷേമിങ്ങും ബോഡി ഷേമിങ്ങും പറഞ്ഞ് സെക്സ് ജോക്ക്, റേപ്പ് ജോക്ക് ഒക്കെ പറയുമ്പോഴും ആൾക്കാർ കൈയടിച്ച് കേട്ട് ചിരിച്ച് ഒഴിവാക്കി വിടുന്നത് എന്താണ്?
അയാളുടെ ചാരിറ്റിയുടെ മറവിലല്ലേ അയാൾ ഇതെല്ലാം ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല പിന്നെന്താ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമല്ലേ? അല്ല, വേറൊരാളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ബോഡിയെ കുറിച്ച് മറ്റൊരാൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. ലാലേട്ടൻ വരുന്നത് സിനിമാ ഫീൽഡിൽ നിന്നാണ്. സിദ്ദിഖ് സാറാണ് ഇതിന് എതിരെ കേസ് കൊടുത്തത്. ഇതേപോലെ തന്നെ സിദ്ദിഖ് സാറിന്റെ അതേ അമ്മ സംഘടനയിലെ അംഗമാണ് ഹണി റോസും. എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഹണി റോസിന് വേണ്ടി വേറെ ആരും ഇറങ്ങി വരാത്തത്? അവരും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണോ? അവരെന്താ പറയണ്ടേ? അവർക്ക് പരാതിയില്ലാത്തെങ്കിലും ഇയാൾ ചെയ്യുന്നത് ശരിയാണോ? അവർക്ക് പരാതിയില്ലാത്തത് അവരുടെ അന്നാണത്, അതുകൊണ്ടാണ് അവർക്ക് പരാതിയില്ലാത്തത്. പക്ഷെ അതിനർത്ഥം ഇത്രയും പബ്ലിക് ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വന്നതെന്ന് തോന്നിയാസ്ത്രം വിളിച്ചു പറയാമെന്നുള്ളതല്ല. ഒരാളുടെ ബലഹീനതയിലല്ല നമ്മൾ ആളാവേണ്ടത്. മരിച്ചുപോയ സിനിമാ താരം സുബി സുരേഷും ഇതുപോലെ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഇത്തരത്തിലുള്ള ജോക്ക് പറഞ്ഞ് അയാൾ കൈയടി വാങ്ങാൻ ശ്രമിച്ചതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലെ അയാളെ ഇന്റർവ്യൂ ചെയ്ത എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാം അവിടെ നിന്ന് ചിരിച്ചിട്ടോ അല്ലെങ്കിൽ യാതൊരുവിധ എക്സ്പ്രഷൻ ഇല്ലാതിരുന്നിട്ടോ ഒക്കെ ആയിട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ആ സിറ്റുവേഷനിൽ പെട്ടുപോയതാണെന്നും ആ സിറ്റുവേഷനിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട് ആ ജോക്കിന് ചിരിക്കേണ്ടി വന്നതാണെന്നും അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ സമയത്തൊക്കെ അവർക്ക് പ്രതികരിക്കാൻ പറ്റാതിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ അന്നാണത്. അതുകൊണ്ട് തന്നെയാണ് ബോച്ചെ ഒരു നല്ല മനുഷ്യനാണ്, ഒരു നന്മ മരമാണ്. ഈ നന്മ മരം എന്നുള്ള ലേബൽ വെച്ചുകൊണ്ട് എന്ത് തോന്നിയാവസ്ഥരവും, അതായത് സെക്സ് ജോക്ക്, ബോഡി ഷേമിങ്, സ്ലട്ട് ഷേമിങ്, റേപ്പ് ജോക്ക്, ഇതൊന്നും പറയാമെന്നുള്ള ലൈസൻസ് ആർക്കുമില്ല. ദയവേത് അത് ചെയ്യുകയും ചെയ്യരുത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഗുഡ് ബൈ.